ഇക്കൂട്ടത്തിൽ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി യെസ് പെട്ടെന്ന്. അറിയാം, അവിടെ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധിയായുള്ള ആളുകളുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ക്യാമ്പിൽ കഴിയുകയാണ്. ഒരു ടെലഫോൺ റീചാർജ് ചെയ്യാൻ പോലും സാമ്പത്തികമില്ലാത്ത സ്ഥിതിയിലാണ് പലരും ഉള്ളത്. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇവർക്ക് ഒരു ഇനിഷ്യൽ എന്ന രീതിയിലേക്ക് മുൻകൂട്ടിയ ഈ കുടുംബങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള സാമ്പത്തികമുണ്ട്. അതിന് നല്ലൊരു നിർദ്ദേശമാണ്. കാത്തു നിൽക്കാതെ ആ കുടുംബങ്ങളുടെ കയ്യിലേക്ക് ഒരു ചെറിയൊരു സാമ്പത്തികം നിലവിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക സ്ഥിതി അവർ തരണം ചെയ്യാൻ സാധിക്കണം. ആരുടെയും മുമ്പിൽ യാചിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ആ യാചന ഇല്ലാതാക്കാൻ ഈ കുടുംബങ്ങൾക്ക് ഒരു ഫണ്ട് വളരെ അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ട് നൽകണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് അടിയന്തരമായി നാളെയെങ്കിൽ നാളെ തന്നെ ചെയ്താൽ മാത്രമേ അവർക്ക് മൊബൈലില്ലാതെ ഇനിയിപ്പോൾ ഈ കാലത്ത് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നില്ല. പലരുടെയും മൊബൈലുകളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ആ മൊബൈൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ബന്ധുക്കളെ വിളിക്കാൻ, ബന്ധുക്കളോട് സംവദിക്കാൻ, ഈ കാര്യങ്ങൾ പങ്കുവെക്കാൻ ഒരു നിർവാഹവുമില്ലാത്ത നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കെല്ലാം വന്നതാണ്. ഈ പൈസ അവിടെ വെച്ച് നമ്മൾ അടയിരുന്ന് പെരുപ്പിക്കുന്നതിന് പകരം അടിയന്തരമായി നൽകേണ്ട സഹായം അടിയന്തരമായി നൽകിക്കൊണ്ട് അവർക്കൊരു താങ്ങും തണലുമായി നിൽക്കാൻ സാധിക്കണമെന്നാണ് ആ ഒരു നിർദ്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. യെസ് ചേട്ടാ, എങ്ങനെ കാണുന്നു ആ നിർദ്ദേശത്തെ? അത് ശരിയാണ്. ഞാൻ എൻ്റെ അമ്മനെ തിരഞ്ഞു പോകുമ്പോൾ ഞാൻ ഒരു 7 കിലോമീറ്റർ നടന്നിട്ടാണ് ഞാൻ പോയത്. പോകുമ്പോൾ ആ പുഴയിൽ എൻ്റെ ഫോണും എൻ്റെ പേസൊക്കെ പോയതായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ വേറൊരാളെ ഇതിലൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് ഞാൻ അവിടെ പോയി ബന്ധപ്പെട്ടത്. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഞാനും 2-3 പേരാണ് ഉണ്ടായത്. അവിടെ പൊളിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ആമറേറ്റാണ് പൊളിച്ചിട്ടാണ് എൻ്റെ അമ്മനെ പുറത്തെടുത്തത്. ഒറ്റൊരു ആമറേറ്റ് എടുത്തിട്ടാണ് എൻ്റെ അമ്മനെ പുറത്തെടുത്തത്. ബാക്കി 4 പേരെ കാണാനില്ല ഇനിയും. അപ്പം ഞാനവിടെ താമസിച്ച് ഞാൻ പെറ്റു വളർന്നാണ്. ഞാൻ പഠിച്ച സ്കൂളാണ്. ഞാൻ എൻ്റെ കളിക്കൂട്ടുകാരെല്ലാവരും പോയി. എൻ്റെ ചെറിയമ്മ പോയി, ചെറിയ അമ്മായിൻ്റെ കുട്ടികൾ പോയി. അങ്ങനെ 10-12 പേര് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെ പോകുന്നു പറഞ്ഞ് നിൽക്കാൻ. അപ്പോൾ ഇവിടെ ക്യാമ്പിൽ ഫുള്ളാണ് പറഞ്ഞപ്പോൾ എൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ താമസം. ഞാനും എൻ്റെ കുട്ടികളും 2 കുട്ടികളും എൻ്റെ അനിയനും അനിയൻ്റെ കുട്ടികളും ഏട്ടനും എല്ലാവരും പാടെ അടങ്ങുന്ന ഒരു കുടുംബം ആണ്. ഓക്കെ സ്റ്റാൻലി, നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പെട്ടെന്ന്. എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്. ഒരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10-15 വർഷം മുമ്പ് വയനാടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് ISROയുടെ പഠനങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ 2024 വരെ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി, അത് അനധികൃതമായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി, അത് കൃത്യമായി കണ്ടുപിടിക്കുകയും അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുകയും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കാരണക്കാരായവരെ ശിക്ഷിക്കുകയും വേണം. അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അല്ലെങ്കിൽ ഇനി ഇത് ആവർത്തിക്കപ്പെടും ലോകം മുഴുവൻ. അതിൽ അങ്ങനെ ഒരു നടപടി എടുത്തുകൊണ്ട് ലോകത്തിന് മാതൃകയാവാൻ നമ്മുടെ കേരളത്തിന് സാധിക്കട്ടെ, കേരളത്തിൻ്റെ ഭരണകർമ്മങ്ങൾക്കാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, എന്തായാലും പുഞ്ചിരിവട്ടത്തിൻ്റെയും അതുപോലെ മുണ്ടക്കൈയുടെയും ചൂരൽമലയുടെയും ഒക്കെ കണ്ണീര് ഒപ്പേണ്ടതുണ്ട്. അവിടെ ഇനിയൊരു പുനർനിർമ്മാണം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട്, ആയിരക്കണക്കിന് അംഗങ്ങളുണ്ട്. അവരുടെ ഭാവി ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കണമെന്നറിയാതെ ആശങ്കയിലാണ്, ആധിയിലാണ്. അത് മാറ്റുകയാവണം സർക്കാരിൻ്റെ അടിയന്തരമായിട്ടുള്ള കർത്തവ്യം. ദീർഘകാല പദ്ധതികളാവാം, ടൗൺഷിപ്പ് അടക്കമുള്ള ഈ പ്രഖ്യാപനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ഇറങ്ങുന്നവരെ എവിടെ താമസിപ്പിക്കും, അവിടെ ആര് വാടക കൊടുക്കും? ഇക്കാര്യങ്ങളിലൊക്കെ അടിയന്തരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുക, പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുക. പുതിയ തലമുറയെ അത് നമ്മൾ പഠിപ്പിക്കണം.